തകർന്നു വീണ വീടുകൾ, വിള്ളലുകൾ വീണ റോഡുകളും പറമ്പുകളും, സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം ഒരു നാടിനെ ആകെ ഇല്ലാതാക്കുന്ന കഥയാണ് ശാന്തിഗിരിയിലേത്. കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി കൈലാസപ്പടി മേഖലയിലാണ് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം രൂക്ഷം. ഭൂമിക്കടിയിലെ മണ്ണൊലിച്ച് പൊള്ളിയായി രൂപപ്പെടുന്നതാണ് പ്രതിഭാസം. നിരവധി വീട്ടുകാർ ഇതിനോടകം പ്രദേശത്തു നിന്നും മാറി താമസിച്ചു. ഈ ഭാഗം കൂടുതൽ പിള്ളേര് ബാക്കി പിന്നെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഇവിടെ കിടക്കാൻ പറ്റുമല്ലോ. കണ്ടില്ലേ മൂല തള്ളിയിരിക്കുന്നത്, ആ തള്ളലുകൊണ്ട് പൊട്ടി കണ്ടപ്പം പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമല്ലോ. താഴ്ചയാണ്, നല്ല താഴുവ. ഒരു മാസം മുൻപാണ് ലിജോയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വിള്ളൽ രൂപപ്പെട്ടത്. മുതലപ്പറ ലിജോയുടെ വീട്ടിലേക്കുള്ള റോഡാണിത്. പക്ഷെ ഇപ്പോൾ റോഡാണെന്ന് നമുക്ക് തോന്നില്ല. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നത്. ഇതിപ്പോൾ റോഡാണോ വഴിയാണോ എന്നൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ റോഡിൻ്റെ ഒരു ഭാഗം അപ്പാടെ അങ്ങ് ഇരുന്നു പോയ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ലിജോയുടെ പശുത്തൊഴുത്തും അപകട ഭീഷണിയിലായി. മഴയാകുമ്പോൾ നമുക്ക് പേടിയാണ്. ഇത് 2013 തൊട്ട് തുടങ്ങിയൊരു പ്രശ്നമാണ്. ഒന്നാമത് ഇവിടെ എല്ലാം ഉറവച്ചാലുകളുണ്ട്. ഈ ഉറവച്ചാലുകൾ ഈ വിള്ളലിലോട്ടാണ് നേരെ വന്നിറങ്ങുക വെള്ളം. ഈ വർഷത്തെ മഴയ്ക്ക് ഇത് അതിരൂക്ഷമായിട്ട് വീണ്ടിട്ട് ഭയം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വീട് മാറി. ഇവിടെ കയറി വരുന്ന വഴി കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ ഈ വീടിന് തൊട്ട് താഴെക്കൂടെ വന്ന് ഈ തൊഴുത്തിൻ്റെ അകത്തോട്ടായി വിള്ളൽ വരുന്നത്. എന്താ സംഭവിക്കാമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. താമസം നിങ്ങൾ മാറണം എന്ന് പറയും. മാറണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് വാടകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ വാടകയ്ക്ക് വീടെടുത്ത് മാറണം. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ്, സ്ഥലമുണ്ട്, കൃഷിയുണ്ട്. അതിട്ടിട്ട് പോകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ. മഴക്കാലമായാൽ കൈലാസപ്പടിയിലെ ജനങ്ങളിൽ ആശങ്ക ഇരട്ടിക്കും. ഒരായുസ് മുഴുവൻ കൊണ്ട് സമ്പാദിച്ച വീടും കൃഷിയും ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. 1.5-2 മീറ്ററോളം നമുക്ക് താഴുകയാണ്. അതുപോലെ ഞാൻ നടക്കുന്ന വഴി താഴ്ന്നതുകൊണ്ട് വേറെ വഴി ചാല് നോക്കി പോവുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിൽ നിന്ന് വന്ന ആളുകളെ പോലെ നമ്മൾ കാണുന്നത്. സർക്കാർ ലോൺ തരികയില്ല, സർക്കാരിൻ്റെ ഒരു സഹായം ബാങ്കിൽ നിന്നും തരികയില്ല. ലോൺ ഇപ്പോൾ എൻ്റെ ഈ സ്ഥലത്തിനൊരു 30 സെൻറ്റ് ഇവിടെ മുറിച്ച് വിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ആരെടുക്കും. മാറി താമസിക്കുന്നവർക്ക് വാടകയും ഭേദപ്പെട്ട നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം. വയനാട് നൽകുന്നത് വലിയൊരു പാഠമാണ്. മനുഷ്യജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണമൊരുക്കണം. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.